നമസ്കാരം. അമേരിക്കയുടെ ഏതൊരു ശത്രുതാപരമായ നീക്കത്തിനും ഇറാൻ കർശന നടപടികളിലൂടെ മറുപടി നൽകുമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പിന്റെ ചൂടാറും മുൻപേ തന്നെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാകുന്നു എന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയോ ഇസ്രയേലോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അത് പിന്നീട് സമ്പൂർണ്ണ യുദ്ധത്തിലായിരിക്കും നയിക്കുകയെന്നും അതിനോട് ഉടൻ തന്നെ സർവ്വസന്നാഹങ്ങളോടുമായിരിക്കും ഇറാൻ മറുപടി പറയുകയെന്നുമാണ് ഈ മാസം ആദ്യം നടത്തിയ ഖത്തർ സന്ദർശന വേളയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജിയും താക്കീത് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ആണവായുധങ്ങളുടെ വികസനവും ഉപയോഗവും നിരോധിക്കുന്ന രാജ്യത്തെ ദീർഘകാല ഫത്വ പിൻവലിക്കണമെന്നാണ് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന കമാൻഡർമാർ സുപ്രീം കോടതി നേതാവ് ആയത്തുള്ള ഖമേനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനും അതിന്റെ പ്രാദേശിക എതിരാളികളും പ്രത്യേകിച്ച് ഇസ്രായേലും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളാണ് IRGC കമാൻഡർമാരുടെ ഈ ഒരു അഭ്യർത്ഥനയ്ക്ക് പിന്നിൽ. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ സമീപകാലത്തായി ഭൂരിഭാഗം ഇറാനികളും ഇപ്പോൾ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനെ അനുകൂലിക്കുന്നതായാണ് അടുത്തിടെ കാണാൻ പറ്റിയത്. ഇത് ആണവായുധങ്ങളുടെ നിർമ്മാണം, സംഭരണം, ഉപയോഗം എന്നിവയെ വിലക്കുകയും ഇവ ഇസ്ലാമിക് തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കണക്കിലാക്കുകയും ചെയ്യുന്നതാണ്. ആണവായുധങ്ങളെ കുറിച്ചുള്ള ഇറാന്റെ ഔദ്യോഗിക നിലപാടിന്റെ ഒരു മൂലക്കല്ലായിരുന്നു ഈ ഒരു ഫത്വ ഉത്തരവ്. എന്നാൽ ടെഹ്റാനടുത്തുള്ള ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള പ്രാദേശിക സംഘർഷങ്ങൾ അടുത്തിടെ വർദ്ധിച്ചത് ദേശീയ പ്രതിരോധ തന്ത്രങ്ങളെ കുറിച്ചുള്ള ആഭ്യന്തര ചർച്ചകൾ ശക്തമാക്കിയിട്ടുണ്ട് എന്ന് ഈ ഒരു AP റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ ഫത്വ പാലിക്കുന്നതിന് ഇറാനെ അസ്തിത്വ ഭീഷണികളെ നേരിടാൻ വേണ്ടത്ര ആണവായുധങ്ങൾ ഏറ്റെടുക്കുന്നത് എതിരാളികൾക്കെതിരെ ശക്തമായ പ്രതിരോധമായി വർത്തിക്കുമെന്നും IRGC നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ആണവായുധം നിർമ്മിക്കാൻ പ്രാപ്തമാക്കുന്ന ഗവേഷണം തന്നെ ഇറാൻ ഇതിനോടകം നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഇറാന്റെ ആണവായുധം പിന്തുടരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അമേരിക്ക അടുത്തിടെ പരമാവധി ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയതോടെ സ്ഥിതിഗതികൾ ഇപ്പോഴും അസ്ഥിരമായി തുടരുകയാണ്. അമേരിക്ക ഇറാനെ കുറിച്ച് പ്രസ്താവനകൾ നടത്തുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന ആയത്തുള്ള അലി ഖമേനി ചൂണ്ടിക്കാട്ടിയിരുന്നു. അമേരിക്ക ഇത് ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഇറാൻ തിരിച്ച് ഭീഷണിപ്പെടുത്തുമെന്നും ഭീഷണികൾക്ക് അനുസരിച്ച് അമേരിക്ക പ്രവർത്തിച്ചാൽ ഇറാനും അങ്ങനെ തന്നെ ചെയ്യുമെന്നുമാണ്. ഇറാന്റെ സുരക്ഷ ദുർബലപ്പെടുത്തിയാൽ തീർച്ചയായും ഇറാനും അമേരിക്കക്കെതിരെ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നുമാണ് ഖമേനി ശക്തമായ ഭാഷയിൽ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമേനി ഫത്വ പുനഃപരിശോധിച്ചാൽ ഇറാന്റെ പ്രതിരോധ നയത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. എന്നാലും അത്തരമൊരു നീക്കം ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ കുറിച്ച് ഇതിനകം തന്നെ ആശങ്കാകുലരായ ഇസ്രായേലുമായും പാശ്ചാത്യ സഖ്യകക്ഷികളുമായും ഒരു പിരിമുറുക്കം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ നടക്കുന്ന ഓരോ ചലനവും ഇസ്രായേലും അന്താരാഷ്ട്ര സമൂഹവും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് JCPOA നിന്ന് പിന്മാറുകയും ഇത് ഇറാനെതിരെ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തതിൽ അമേരിക്കയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. IRGC കമാൻഡർമാരുടെ അഭ്യർത്ഥനയോട് ഖമേനി എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇനി കണ്ടു തന്നെ അറിയണം.